സൈലം ലേണിംഗ്. മിസ്സിന്റെ പേര് അനുശ്രീ എന്നാണ്. അപ്പൊ 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി നിങ്ങളുടെ കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള കോൾ ആൻഡ് പെട്രോളിയം എന്ന് പറയുന്ന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കുഞ്ഞു ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിസ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഏതാണ് ആ ടോപ്പിക് എന്ന് അറിയണ്ടേ? യെസ്, ഇറ്റ് ഈസ് നാച്ചുറൽ റിസോഴ്സസ്. എന്താണ് നാച്ചുറൽ റിസോഴ്സസ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതിനു മുമ്പേ മിസ് നിങ്ങളോട് ചോദിക്കട്ടെ, നമുക്ക് ഈ ഭൂമിയിൽ എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടി, നന്നായി ജീവിക്കാൻ വേണ്ടി നമുക്ക് ബേസിക് ആയിട്ട് കുറെ കാര്യങ്ങൾ ആവശ്യമാണ് അല്ലെ? നമുക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് ബേസിക് നീഡ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഏതൊക്കെയാണ്? നമുക്ക് ഈ ഭൂമിയിൽ നമ്മുടെ ലൈഫ് നമുക്ക് നിലനിർത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ആവശ്യമുള്ള എന്താണ്? നമുക്ക് വാട്ടർ ആവശ്യമാണ് അല്ലെ? വാട്ടർ. വെള്ളമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? വെള്ളം കുടിക്കാതെ ജീവിക്കുന്ന നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. പിന്നെ നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യം എന്താണ്? എയർ ആവശ്യമാണ് അല്ലെ? നമുക്ക് ബ്രീത്ത് ചെയ്യാൻ വേണ്ടി. നമുക്ക് ബ്രീത്ത് ചെയ്യാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്ക് ബ്രീത്ത് ചെയ്യാൻ എന്താ ആവശ്യമാണ്? എയർ ആവശ്യമാണ്. പിന്നെ നമുക്ക് എന്താവശ്യമാണ്? സോയിൽ ആവശ്യമാണ്. നമുക്ക് ഭക്ഷണം കഴിക്കണം അല്ലെ? അപ്പൊ ഈ ഭക്ഷണമൊക്കെ നമുക്ക് മണ്ണിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? കൾട്ടിവേറ്റ് ചെയ്ത് കൃഷി ചെയ്ത് നമുക്ക് ഉണ്ടാക്കണം. അപ്പൊ അതിന് നമുക്ക് എന്താവശ്യമാണ്? സോയിൽ, മണ്ണ് നമുക്ക് ആവശ്യമാണ്. അത് മാത്രമല്ല, നമുക്ക് പിന്നെ എന്തൊക്കെയാണ് ആവശ്യമുള്ളത്? പിന്നെ നമുക്ക് സൺലൈറ്റ് ആവശ്യമാണ് അല്ലെ? സൺലൈറ്റ് ആവശ്യമാണ്. പിന്നെ നമുക്ക് ഷെൽട്ടർ ആവശ്യമാണ്. നമുക്കൊരു വീട് വേണം. അപ്പൊ ആ വീട് വെക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ സോയിൽ ആവശ്യമാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് നീഡ്സ് ആണ്. ഇതൊന്നും ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ല. ഇത് മാത്രമല്ല, പിന്നെ നമുക്ക് എന്തൊക്കെ വേണം? നമുക്ക് ഡ്രസ്സസ് വേണം, വസ്ത്രങ്ങൾ വേണം, ബുക്സ്, പഠിക്കാൻ ബുക്സ് വേണം. പിന്നെന്താണ്? യുടെൻസിൽസ്, പാത്രങ്ങളൊക്കെ. ഇതൊക്കെ നമുക്ക് ജീവിക്കാൻ ആവശ്യമുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഇതിൽ നിങ്ങൾ നോക്കിക്കേ, ഈ പറഞ്ഞ വാട്ടറും എയറും സോയിലും സൺലൈറ്റ് ഒക്കെ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്മൾ മനുഷ്യര് നിർമ്മിക്കുന്നതാണോ? നമ്മൾ ഹ്യൂമൻ എഫേർട്ട് കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണോ? അല്ല. ഇതെല്ലാം നമ്മുടെ നേച്ചർ, പ്രകൃതി നമുക്ക് വേണ്ടി തരുന്ന ചില റിസോഴ്സസ് ആണ് അല്ലെ? നമ്മുടെ വാട്ടറും എയറും സോയിലും സൺലൈറ്റ് ഒക്കെ. അപ്പൊ ഇങ്ങനെയുള്ളവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്നത്. എയർ, water, soil, minerals, etc. All these are obtained from nature. ഇതെല്ലാം നമുക്ക് ലഭിക്കുന്നത് എവിടെ നിന്നാണ്? നേച്ചറിൽ നിന്നാണ്. Hence they are called natural resources. അവരെ നമ്മൾ എന്ത് പറയുന്നു? നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്നു. അപ്പൊ മനസ്സിലായോ കൂട്ടുകാർക്ക് എന്താണ് നാച്ചുറൽ റിസോഴ്സസ് എന്ന് മനസ്സിലായോ? അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ ഡ്രസ്സും ബുക്സും ഈ യൂട്ടൻസിൽസും ഒക്കെ നമ്മളൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്? നേച്ചറിൽ നിന്നാണോ? രാവിലെ എണീച്ചാൽ നമ്മൾ മരത്തിൽ നിന്ന് പറിച്ചെടുക്കുന്നതാണോ ഈ ഡ്രസ്സസ്? അല്ല. ഇതെല്ലാം നമ്മുടെ ഹ്യൂമൻ എഫേർട്ട് കൊണ്ട് മാൻമെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞ ഡ്രസ്സും ബുക്സും ഒക്കെ. അപ്പൊ ഇതെല്ലാം എന്താണ്? മാൻമെയ്ഡ് തിങ്സ് എന്ന് നമുക്ക് പറയാം. ഇതൊക്കെ എന്താണ്? മാൻമെയ്ഡ് ആയിട്ടുള്ള തിങ്സ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ നാച്ചുറൽ റിസോഴ്സസിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ നാച്ചുറൽ റിസോഴ്സസിന്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച്, അതായത് അവരുടെ ലഭ്യതയ്ക്ക് അനുസരിച്ച് നമ്മൾ നാച്ചുറൽ റിസോഴ്സസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇൻഎക്സ്ഹോസ്റ്റബിൾ നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് എക്സ്ഹോസ്റ്റബിൾ നാച്ചുറൽ റിസോഴ്സസ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നാച്ചുറൽ റിസോഴ്സസിനെ നമ്മൾ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് രണ്ടായി ക്ലാസിഫൈ ചെയ്തു, ഇൻഎക്സ്ഹോസ്റ്റബിൾ ആൻഡ് എക്സ്ഹോസ്റ്റബിൾ. അപ്പൊ എന്താണ് ഇൻഎക്സോസ്റ്റബിൾ, എക്സോസ്റ്റബിൾ എന്താ നമുക്ക് നോക്കിയാലോ? നോക്കിക്കേ, ഫസ്റ്റ് വൺ ആണ് നമ്മുടെ ഇൻഎക്സോസ്റ്റബിൾ നാച്ചുറൽ റിസോഴ്സസ്. അപ്പൊ അതിന്റെ പേരിൽ തന്നെ ഉണ്ട് ഇൻഎക്സോസ്റ്റബിൾ ആണ്. അതായത് എക്സോസ്റ്റബിൾ അല്ലാത്തത്, അതായത് തീർക്കാൻ പറ്റാത്തത്. നോക്കിക്കേ, ദീസ് റിസോഴ്സസ് ആർ പ്രസന്റ് ഇൻ അൺലിമിറ്റഡ് ക്വാണ്ടിറ്റി. അതാണ് അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അൺലിമിറ്റഡ് ആണ്. അതായത് അതിനൊരു ലിമിറ്റ് ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒരു പരിധിയോ അളവോ ഒന്നുമില്ല. എന്താണ്? അൺലിമിറ്റഡ് ആണ്. നമ്മൾ അൺലിമിറ്റഡ് ബിരിയാണി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? നമ്മുടെ ആവശ്യത്തിന് എത്ര വേണോ അത്രയും നമുക്ക് കിട്ടും. അതേപോലെയുള്ള നാച്ചുറൽ റിസോഴ്സസ്, അതാണ് നമ്മുടെ ഇൻഎക്സോസ്റ്റബിൾ. പിന്നെ അത് മാത്രമല്ല, that are not likely to be exhausted by human activities. നമ്മുടെ മനുഷ്യന്മാരുടെ പ്രവൃത്തി കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അതിനെ എക്സ്ഹോസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അതിനെ ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കില്ല. ഇപ്പൊ നമ്മുടെ സൺലൈറ്റ്, സൂര്യനിൽ നിന്ന് വരുന്ന സൺലൈറ്റ് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഇല്ലാതാക്കാൻ പറ്റുമോ? നമ്മൾ വിചാരിക്കുകയാണ്, നാളെ ചെന്ന് ഞാൻ ആ സൂര്യന്റെ ലൈറ്റ് മൊത്തം ഞാൻ നശിപ്പിക്കട്ടെ എന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതേപോലെ എയറിനെ തീർക്കട്ടെ അല്ലെങ്കിൽ എക്സ്ഹോസ്റ്റ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഹ്യൂമൻ ആക്ടിവിറ്റീസ് കൊണ്ട് നമുക്ക് എക്സ്ഹോസ്റ്റ് ചെയ്യാൻ പറ്റാത്ത റിസോഴ്സസ്, അത് മാത്രമല്ല അൺലിമിറ്റഡ് ക്വാണ്ടിറ്റിയിലെ നേച്ചറിൽ പ്രസന്റ് ആയിട്ടുള്ള റിസോഴ്സസ്, അതാണ് എന്ത്? ഇൻഎക്സ്ഹോസ്റ്റബിൾ നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ എക്സാമ്പിൾസ് ഏതൊക്കെയായിരിക്കും? നമ്മുടെ സൺലൈറ്റ് ഉണ്ട്, എയർ ഉണ്ട്. ഇതെല്ലാം എന്താണ്? ഇൻഎക്സ്ഹോസ്റ്റബിൾ നാച്ചുറൽ റിസോഴ്സസ് ആണ്.
അങ്ങനെയെങ്കിൽ എക്സ്ഹോസ്റ്റബിൾ നാച്ചുറൽ റിസോഴ്സ് എന്തായിരിക്കും? അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലെ. എക്സ്ഹോസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, തീർക്കാൻ പറ്റുന്നത്. നോക്കിക്കേ, ദ എമൗണ്ട് ഓഫ് ദീസ് റിസോഴ്സസ് ഇൻ നേച്ചർ ഇസ് ലിമിറ്റഡ്. എന്താണ്? ലിമിറ്റഡ് അളവിലേ ഉള്ളൂ, ഒരുപാട് അളവിലൊന്നും ഇല്ല, അല്ലെങ്കിൽ ഒരുപാട് ക്വാണ്ടിറ്റിയിലൊന്നും ഇല്ല, വളരെ ലിമിറ്റഡ് എമൗണ്ടിലേ ഉള്ളൂ. അത് മാത്രമല്ല, ദി ക്യാൻ ബി എക്സ്ഹോസ്റ്റഡ് ബൈ ഹ്യൂമൻ ആക്ടിവിറ്റീസ്. നമ്മളൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഹ്യൂമൻസ് മനുഷ്യരൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമുക്കതിനെ ഇല്ലാതാക്കാൻ സാധിക്കും. ഇപ്പൊ നാളെ വിചാരിക്കണം, ഞാൻ ഈ മരങ്ങൾ മൊത്തം വെട്ടി നശിപ്പിക്കട്ടെ, ഈ കാട് ഞാൻ തീയിട്ട് നശിപ്പിക്കട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കതിനെ നശിപ്പിക്കാൻ തീർച്ചയായും പറ്റും. അപ്പൊ ഹ്യൂമൻ ആക്ടിവിറ്റീസ് കൊണ്ട് നശിപ്പിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ പറ്റുന്ന ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിൽ പ്രസന്റ് ആയിട്ടുള്ള നാച്ചുറൽ റിസോഴ്സസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്ഹോസ്റ്റബിൾ നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനുള്ള എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ഫോറസ്റ്റ്, നമ്മുടെ കാടുകള്, വൈൽഡ് ലൈഫ്, മിനറൽസ്, കോൾ, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്, ഇതെല്ലാം എന്താണ്? എക്സ്ഹോസ്റ്റബിൾ ആയിട്ടുള്ള നാച്ചുറൽ റിസോഴ്സസ് ആണ്. അപ്പൊ എന്താണ് നാച്ചുറൽ റിസോഴ്സസ്? അതിന്റെ 2 ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഇനി ഇതിൽ ഒരുപാട് ടോപ്പിക്കുകൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ഇത് മാത്രമല്ല, ഇനി കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ അതൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.